നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ മീഡിയോസ് വന്നിട്ടുള്ളത്. നവംബർ മാസത്തിലെ പെൻഷൻ വിതരണ പരിപാടികൾ തുടങ്ങുകയാണ്. കഴിഞ്ഞ മാസം അവസാനം സർക്കാർ പ്രഖ്യാപിച്ച പെൻഷൻ വർധനവടക്കം 2000 രൂപയും ഒരു മാസത്തെ കുടിശ്ശിക ബാക്കിയുള്ളതും കൂടി 3600 രൂപ അവരുടെ അക്കൗണ്ടിൽ വരികയാണ്. ആർക്കെല്ലാമാണ് ഈ ഒരു 3600 രൂപ ലഭിക്കുക? പെൻഷൻ വിതരണം എന്നാണ് തുടങ്ങുക? അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഈ ഒരു മാസത്തിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ഒന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ, ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ, SIR പോലത്തെ സർക്കാർ കൊണ്ടുവരുന്ന ഓരോ പുതിയ കാര്യങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ യെസ് എന്നും അല്ലെങ്കിൽ നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സർക്കാർ കഴിഞ്ഞ മാസം പെൻഷൻ വർധനവ് പ്രഖ്യാപിച്ചിരുന്നു. 1600 രൂപയ്ക്ക് പകരം 2000 രൂപയാണ് ലഭിക്കുമെന്ന് അറിയിച്ചിരുന്നു. ആ ഒരു വർധന ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. നവംബർ മാസത്തിലെ പെൻഷനായ 2000 രൂപയും കഴിഞ്ഞ വർഷങ്ങളിൽ കുടിശ്ശികയുണ്ടായിരുന്ന 1000 രൂപ ഒരു മാസത്തെ പെൻഷൻ ഉണ്ടായിരുന്നു. അത് ഓരോ മാസം കൊടുത്ത് ഇനി ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ആ ഒരു 1600 രൂപയും കൂടി 3600 രൂപയാണ് അവർക്ക് ഈ നവംബർ മാസം കിട്ടാൻ പോകുന്നത്. നമുക്കറിയാം, അടുത്ത മാസം അവസാനത്തിലായിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടായിരിക്കുക. അതിനു മുന്നേ തന്നെ ഈ ഒരു കുടിശ്ശികയെല്ലാം കൊടുത്തു തീർത്ത് പെൻഷൻ വർധനവും നിലവിൽ വരുത്താനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ 20-ാം തീയതിക്ക് മുമ്പായി തന്നെ പെൻഷൻ പണം അക്കൗണ്ടിൽ വരുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. നമുക്കറിയാം, പുതിയ പെൻഷൻ അപേക്ഷിച്ച ഒരുപാട് ആളുകൾക്കുണ്ട്. അവർക്കെല്ലാം ഈ ഒരു കഴിഞ്ഞ ജനുവരിയിൽ അപേക്ഷിച്ച ആളുകൾക്കെല്ലാം അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ അപേക്ഷിച്ച ആളുകൾക്കെല്ലാം കുടിശ്ശികയില്ലാതെ തന്നെ പെൻഷൻ ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് കുടിശ്ശികയില്ലാത്തതിനാൽ തന്നെ 3600 രൂപ അവർക്ക് ലഭിക്കും. കഴിഞ്ഞ വർഷമാണ് കുടിശ്ശികയുള്ള ആളുകൾക്കാണ് ഈ ഒരു 2 മാസത്തെ പെൻഷൻ ലഭിക്കുന്നത്. ഏതായാലും 18-ാം തീയതിയോ 19-ാം തീയതിക്കകം തന്നെ പെൻഷൻ അവരുടെ അക്കൗണ്ടിലെത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഇനി നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട്. അവർ എല്ലാ വർഷവും നൽകേണ്ട ഒരു സത്യവാങ്മൂലമുണ്ട്. അവർ വീണ്ടും വിവാഹിതയായിട്ടില്ല എന്നുള്ള സത്യവാങ്മൂലം. അത് നൽകാത്ത വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് പിന്നീട് പെൻഷൻ ലഭിക്കുകയില്ല. അതിനിപ്പോൾ സമയമായിരിക്കുകയാണ്. വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിങ്ങളുടെ വാർഡ് മെമ്പറുമായി ബന്ധപ്പെടുക. വാർഡ് മെമ്പറുടെ കയ്യിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് തരികയും ആ ഫോമിൽ അവർ സൈൻ ചെയ്യുകയും ചെയ്യും. അതിനുശേഷം ഈ ഒരു 3 പേപ്പറും കൂടി നിങ്ങൾ ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷം നിങ്ങൾ പഞ്ചായത്തിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് വിധവ പെൻഷൻ പിന്നീട് ലഭിക്കുകയുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങൾക്ക് 60 വയസ്സാകുന്നത് വരെ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സത്യവാങ്മൂലം നൽകേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നിരുന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ രേഖ അനുസരിച്ച് നമുക്ക് 60 വയസ്സായിട്ട് നമ്മൾ ഉറപ്പുവരുത്തുക. നമ്മൾ പെൻഷന് കൊടുത്ത രേഖ ഉണ്ടായിരിക്കും. ആ രേഖയിൽ നിങ്ങൾക്ക് 60 വയസ്സ് എന്നാണോ ആകുന്നത് അതുവരേക്കും നിർബന്ധമായി ഈ ഒരു കാര്യം ചെയ്യണം. എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വയസ്സ് സ്ഥിരീകരിക്കുക. നമുക്കറിയാം, കുറച്ച് പ്രായം കൂടുതലുള്ള ആളുകൾക്കെല്ലാം പല രേഖയിലും പല വയസ്സുമുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന ക്ഷേമനിധി പെൻഷനുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ബിൽഡിംഗ് ക്ഷേമനിധി പെൻഷൻ. ഈ ഒരു പെൻഷൻ ഇപ്പോൾ 1.5 വർഷത്തോളമായി മുടങ്ങിയിട്ട് ആ ഒരു പെൻഷനും ഇതിനെ കൂടെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക അവർക്കും ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ മാസം 20-ാം തീയതിക്ക് മുമ്പ് തന്നെ പെൻഷൻ എല്ലാവർക്കും കൊടുത്തു തീർത്ത് പഞ്ചായത്ത് ഇലക്ഷനെ നേരിടാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും.